അയാൾ പണ്ടേ ദുഷ്ടനാണ് സാറേ. എന്റെ മകൻ തല തെറിച്ച പോയതേ ഇയാളുടെ ഒറ്റ കുഴപ്പം കൊണ്ടാ സാറേ. അയാള് കാരണം അവൻ ചാകുകയും ചെയ്തു. അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട് സാറേ. കല്യാണത്തിനൊക്കെ മുൻപ് ലാബില് മൃതദേഹം കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കൂലേ പഠിക്കാനായിട്ട്, ആ പണിയായിരുന്നു. അയാൾക്കിപ്പോ ഒന്നും ഓർമ്മയില്ലെന്നാ പറയണ. ഓർമ്മ ഉണ്ടെങ്കിലും അയാൾ ഒന്നും പറയൂല സാറേ. സാറേ ഒരു കാര്യം പറയാനില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലെ കാര്യം ചോദിച്ചോണ്ട് 5-6 മാസം മുന്നേ ഒരു ചെറുപ്പക്കാരൻ വന്നായിരുന്നു. വെളുത്തിട്ട് പൊക്കമുള്ള ഒരാളായിരുന്നു സാറേ. തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്നാ പറഞ്ഞേ. ഒരു ഡോക്ടർ രാഘവൻ അല്ലേ? അതെ. ആരാ സാറേ? ആ കൊച്ചിനെ പെങ്ങള് ആ കാലത്ത് അവിടെ പഠിച്ചിരുന്നെന്നോ. അയാളൊരു പേര് പറഞ്ഞായിരുന്നല്ലോ, സുജ എന്നാ പറഞ്ഞ. ആ പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തെന്ന അതിനെ പറ്റിയൊക്കെ വല്ലതും അറിയാവുന്നൊക്കെ ഇങ്ങേരോട് കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നും പറഞ്ഞത് അങ്ങേർക്കൊന്നും ഓർമ്മയില്ലെന്നാ. ഇയാളാണോ? ആ ഈ പയ്യനാണ് സാറേ. SM ഹോസ്പിറ്റൽ, സുജ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ശബ്ദം നഷ്ടപ്പെട്ട കൃഷ്ണദാസിന്റെ കേസും ഈ ഡോക്ടർ അരുണിന്റെ സിസ്റ്റർ സുജയുടെ മരണവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് സാർ. ബട്ട് നത്തിങ് മേക്സ് സെൻസ്. ശരത് സർ. ഹലോ ദിവ്യ മാം, ഞാനിവിടെ SM ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ അരുൺ ഇവിടെ സ്ഥലത്തില്ല മാം. പിന്നെ അരുൺ കോഴിക്കോടാണുള്ളത്. അവിടെ സൺറൈസ് ഹോസ്പിറ്റലിൽ വൈകിട്ടൊരു സർജറിക്ക് വിസിറ്റിംഗ് ന്യൂറോ സർജൻ ആയിട്ട് ഡോക്ടർ അരുണാണ്. ആ സർജറിയിലെ പേഷ്യന്റ് ഡോക്ടർ സേവി പുന്നൂസ്. കറക്റ്റ് സർ. പിന്നെ ഡോക്ടർ അരുണിന്റെ ഫോണ് നോട്ട് റീച്ചബിൾ ആണ്. Get ready, trace the number and find him. Sir. ഹലോ, ഇത് തൃശൂർ കമ്മീഷൻ ഓഫീസിൽ നിന്നാണ്. കാലിക്കറ്റ് സൺറൈസ് ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു യൂണിറ്റ് ഇവിടെ വേണം. ഇപ്പൊ തന്നെ മാറൂ. ആ സർ, ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ആണ് ഡോക്ടർ അരുൺ ഇവിടെ വിസിറ്റിംഗ് സർജനായിട്ട് എത്താറുള്ളത്. ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം കോഴിക്കോടുള്ള തറവാട് വീടിന്റെ റിനോവേഷൻ സൂപ്പർവൈസ് ചെയ്യാൻ പോകാറുള്ളത്. അവിടെ റേഞ്ച് കുറവാണ്, അതുകൊണ്ടായിരിക്കും സാറ് വിളിച്ചിട്ട് കിട്ടാത്തത്. തറവാടോ? ആ, അവര് കോഴിക്കോടുകാരാണല്ലോ. പണ്ട് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയതല്ലേ. എനിവേ, ഞാൻ വീടിന്റെ ലൊക്കേഷൻ സാറിന് സെൻഡ് ചെയ്യാം. സിജോ സാർ, നമുക്ക് 2ആയിട്ട് പിരിയാം. ദിവ്യ നേരെ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോ. ഡോക്ടർ അരുണിന്റെ വീട്ടില് മഫ്റ്റിയിൽ പോലീസ് ഉണ്ടായിരിക്കണം. ഒരു സംശയം തോന്നരുത്. We'll be here, sir. ഓസ്ലോ സാർ. എന്താ സാർ ഇവിടെ? ഇതാരാണ് സാർ? ഡോക്ടർ, നിങ്ങളൊരു നല്ല നടനാണ്. എന്തിനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരാൾ. അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല. വിച്ച് വൺ ഈസ് റൈറ്റ്?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ അരുൺ, നിങ്ങളുടെ സഹോദരി സുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ചു നാൾ മുമ്പ് നിങ്ങളൊരു അന്വേഷണം നടത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ അറ്റൻഡറായിരുന്ന രാഘവനെ നിങ്ങൾ വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു, സഹോദരിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഡോക്ടർ, ടെൽ us everything. ചേച്ചി മരിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. എന്തിനാണ് ചേച്ചി ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാം അറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു സാർ. എൻ്റെ മനസ്സിന് ഇന്നും അതൊന്നും മാഞ്ഞു പോയിട്ടില്ല സാർ. We were so close. സാർ, കുറച്ച് നാൾക്ക് മുമ്പ് ചേച്ചിയുടെ പഴയ മെഡിക്കൽ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും എനിക്കൊരു ഫോട്ടോ കിട്ടി. ചേച്ചിയും ഒരു പയ്യനും. ആ പയ്യൻ ആരാണെന്ന് എനിക്കറിയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ചേച്ചിയുടെ പഴയ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടുപിടിച്ചു. ചേച്ചിയും കാമുകനും അന്നത്തെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ രഹസ്യമായിട്ട് കാണാറുണ്ടായിരുന്നെന്നും അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്നത് അറ്റൻഡർ രാഘവനാണെന്നും എനിക്ക് അവരിൽ നിന്നും മനസ്സിലായി. അയാൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് കരുതിയാണ് അയാളുടെ വീട്ടിൽ അയാളെ കാണാൻ ഞാൻ പോയത്. പക്ഷേ അയാൾക്കൊന്നും അറിയില്ല. അയാൾ അന്നേ വെള്ളമാണ്, ഇന്നും. ഞാൻ പിന്നീടൊന്നും പ്രൊസീഡ് ചെയ്തില്ല സാർ. ദാറ്റ് വാസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ആ ഫോട്ടോ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? എൻ്റെ കയ്യിലുണ്ട് സാർ, ഞാനിപ്പോൾ എടുക്കാം. ഡോക്ടർ അരുൺ അല്ലെങ്കിൽ പിന്നെ ഹൂ ഈസ് ദ കില്ലർ? We are missing something. എന്താ മാഡം, ഭയങ്കര ബന്ധമൊക്കെ ആണല്ലോ. സേവി സാറിനെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റാൻ പോവാം. ലെറ്റ് മീ ഡു എ ലാസ്റ്റ് മിനിറ്റ് ചെക്കപ്പ്. ഓക്കെ ഡോക്ടർ. What happened, doctor? സെവോഫ്ലൂറൈൻ അനസ്തെറ്റിക് സ്പ്രേ ആണ്. പെട്ടെന്ന് പോയി നോക്കണോ? വേഗം വേഗം ചെല്ലണോ? ഇതിലാരെങ്കിലും ഒരു പേഷ്യന്റിനെ കൊണ്ട് പോയി പോകുന്നോ? മാഡം, ട്രോളിയിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. Come on, hurry up. Oh shit. Sorry to bother you, doctor. ഹലോ സിജോ, ഡോക്ടർ സേവി മിസ്സിംഗ് ആണ്. ആരോ അയാളെ ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്തു. സാർ, ഡോക്ടർ സേവി മിസ്സിംഗ് ആയി. What? തെറ്റുപറ്റിയത് നമുക്കാ. ആ പരിഭാഷയിൽ ഒരു കോമ കുറവ്. 5 അല്ല 4 വിക്ടിംസ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ അരുൺ കാണിച്ച ഫോട്ടോയിലെ സുജയുടെ അജ്ഞാത കാമുകൻ അലക്സാണ്ടർ ആണ്. ഇന്നലെ രാത്രി അലക്സാണ്ടറിന്റെ മുറിയിൽ ഞാൻ കണ്ട അതേ ബോൺസായി മരം ആ പഴയ ഫോട്ടോയുടെ പിന്നിലുമുണ്ട്, അതേ ഇടത്ത്. ഇതൊരു ഗ്രാൻഡ് പ്ലാനിന്റെ ക്ലൈമാക്സ് ആണ് സിജോ. അലക്സാണ്ടറും കൃഷ്ണദാസും ചേർന്നൊരുക്കിയ ഒരു ബ്രില്യന്റ് എക്സിക്യൂഷൻ. സാർ, ബട്ട് ഹൗ? അലക്സാണ്ടർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇരയല്ല സിജോ. അയാളാണ് വേട്ടക്കാരൻ. അലക്സാണ്ടറിനെ പോലെ കൃത്യം പ്രൊഫൈൽ മാച്ച് ആകുന്ന മറ്റൊരു കൂട്ടാളിയെ കൃഷ്ണദാസിന് കിട്ടുക എന്നുള്ളത് 1 in a million പോസിബിലിറ്റിയാണ്. സോ
ഒരേ ഒരു കൺക്ലൂഷൻ, ശരിക്കും അലക്സാണ്ടർ ദുബായി പോയിട്ടില്ല. രേഖകളിൽ അലക്സാണ്ടറാണ് പോയിട്ടുള്ളത്. സർ, തന്റെ സംശയങ്ങൾ ശരിയാണോ? ആധാർ അതോറിറ്റിയിൽ നിന്ന് ഇമെയിൽ കൺഫർമേഷൻ വന്നു. ഒരു പേരുമാറ്റൽ നടന്നിട്ടുണ്ടോ സർ? 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ അലക്സാണ്ടറിന്റെ ആധാറിലെ പേര് സുധാകരൻ പയ്യാരത്ത് എന്നായിരുന്നു. നമ്മൾ ആദ്യം എത്തിയെടുത്ത് തന്നെ വീണ്ടും എത്താൻ പോകുന്നു സിജോ. സർ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അനാട്ടമി ഡിസെക്ഷൻ ഹാൾ. നമ്മൾ കണ്ട അലക്സാണ്ടർ ഒരു ഡീകോയാണ്. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ അലക്സാണ്ടർ. സേവി, നിനക്ക് ഓർമ്മയുണ്ടോ ഈ ഡിസെക്ഷൻ ഹാൾ? കിടാവറിന് പകരം ഫോർമലിൻ തെളിച്ച് എന്റെ ജീവിതം നിങ്ങൾ ഡിസെക്ട് ചെയ്ത സെയിം ഹാൾ. നിങ്ങൾ തുടരുകയും ഞാൻ അവസാനിക്കുകയും ചെയ്ത ഹാൾ. Here we are yet again. സേവി, സെയിം നമ്പർ 11 സ്കാൻ. ഡോണ്ട് ഫെയ്ഡ് സേവി, സമയമായിട്ടില്ല. ജസ്റ്റ് വാമിംഗ് അപ്പ്. സേവി, നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ? ദ 5th intercostal space at the mid-clavicular line. സിംഗിൾ പഞ്ചറിങ്ങിൽ നിന്റെ ഹൃദയം ആ നിമിഷം നിലയ്ക്കും. Shall I?